എല്ലാ കഥകൾക്കും നിങ്ങൾ തരുന്ന നിറഞ്ഞ പ്രോത്സാഹനത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. മുല്ല പാർട്ട് 5. രചന റംസി ഫായിസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. ഞാൻ അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ അതിന് മറ്റൊരു ശ്രോതാവ് കൂടി ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. സഫ, ഷാഹിത്തയുടെ അനിയത്തി. ഷാഹിത്തയുടെ നേരെ ഓപ്പോസിറ്റാണ് കക്ഷി. ഒരു കൊച്ചു കാന്താരിയാണ്. ഇപ്പോൾ +1 പഠിക്കുന്നു. പക്ഷെ വായിൽ നാവുകൊണ്ട് ഓള് പണ്ടേ ഡിഗ്രി കഴിഞ്ഞതാ. അജാതി ടീമാണ്. ഡി, നീ എന്താ ഇപ്പോൾ പറഞ്ഞ്? ഒന്നുകൂടെ പറഞ്ഞേ. എൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ടാണ് അവളുടെ ചോദ്യം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ ദേഷ്യം കണ്ടപ്പോൾ അങ്ങനെയൊരു കള്ളം പറയാനാണ് തോന്നിയത്. ഡാ, അവളിപ്പോൾ പറഞ്ഞത് നീയും കൂടി കേട്ടതല്ലേ? ഷാനിക്കാക്ക് എന്ത് ബന്ധമായി ഇവളോടുള്ളത് എനിക്കിപ്പോൾ അറിയണം. ഇവളിതെന്തിനാ അത് തന്നെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഇത്തവണ സാബിയുടെ നേരെയായിരുന്നു അവളുടെ ചോദ്യം. ഓ അതോ, അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഷാനിക്കയും ജാസും തമ്മിൽ ഇപ്പം മുടിഞ്ഞ പ്രേമത്തില. മിക്കവാറും ഷാനിക്ക ജാസിനെയും കൊണ്ട് ഇവിടുന്ന് മുങ്ങും. സാബി അത് വളരെ കൂളായിട്ട് പറഞ്ഞു നിർത്തിയപ്പോൾ എനിക്ക് അവൻ്റെ കള്ളത്തരങ്ങൾ കേട്ട് മിഴിച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പെട്ടെന്നാണ് അവൾ സാബിയുടെ നേരെ കയ്യോങ്ങിയത്. അവനൊരൽപ്പം മാറിയുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. വീണ്ടും അവൾ അവൻ്റെ നേർക്ക് പാഞ്ഞെടുത്തപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു. ഡി, നീ എങ്ങനെ അവൻ്റെ ദേഹത്ത് തൊട്ടാ പിന്നെ ഈ ജാസ്മിൻ തന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. അവനെ തൊട്ടാ നോവുന്നതേ എൻ്റെ ഹൃദയ. തനിക്കെന്തെങ്കിലും പറയാനോ ചെയ്യാനുണ്ടെങ്കിൽ അതെന്നോടാവാം. അതും പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നിന്ന് വീണ്ടും എൻ്റെ ജോലി നോക്കാനിരിക്കുമ്പോഴാണ് അവൾ എൻ്റെ ഷാളിൽ ശക്തിയായി പിടിച്ചു വലിച്ചത്. ഷാനിക്ക എൻ്റേതാ, എൻ്റേത് മാത്രം. വെറൊരു സർവൻ്റായ നിന്നെ ഷാനിക്കാക്ക് ഇഷ്ടമാണോന്ന് ഞാനാദ്യം ഒന്ന് അന്വേഷിക്കട്ടെ. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടാവാം തനിക്കുള്ള സമ്മാനദാന ചടങ്ങ്. അവൾ പറയുന്ന കേട്ട് എനിക്കും സാബിക്കും ചിരിയാണ് വന്നത്. എങ്കിലും ഞങ്ങൾ കൺട്രോൾ ചെയ്ത് നിന്നു. ഇത്തൂസ്, വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഷാഫിക്കയില്ലേ? അങ്ങേർക്കും ഇഷ്ടം ഈ ജാസിനെയാ. ഏതാണ്ട് കല്യാണമൊക്കെ കഴിക്കുമെന്ന് ഇന്നലെ ഷാനിക്കയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഷാനിക്ക പറഞ്ഞതാ ജാസ് എൻ്റെ പെണ്ണാണെന്നൊക്കെ. ഇതിപ്പോ ഈ വീട്ടിലെ സെർവൻറ്റിനെ എല്ലാവരും കൂടി കെട്ടാൻ നിന്നാ ഞമ്മക്ക് നാണക്കേടാണ് ഇത്തൂസ്. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും മുടക്കണം. മിനിറ്റുകൾ കൊണ്ട് ഒരു 10 വയസ്സുകാരൻ മെനഞ്ഞെടുത്ത കഥ കേട്ട് ഞാൻ അന്താളിച്ചു പോയി. ഇവനിതെന്ത് ഭാവിച്ച അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഷാഫിക്കയുടെ പേരും കൂടി ആയപ്പോൾ സഫയുടെ കലിയിളകി. നീ എന്താടി വീട്ടിലുള്ള ആണുങ്ങളെയൊക്കെ മയക്കെടുക്കാൻ കച്ച കെട്ടി ഇറങ്ങിയതാണോ? നോക്കിക്കോ, തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റും. എന്നാൽ ആദ്യം പേരുമാറ്റ ചടങ്ങ് നടക്കട്ടെ. മിക്കവാറും അത് മാത്രമേ നടക്കൂ. എൻ്റെ പൊന്നു സഫീത്ത, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് കേൾക്ക്. ഈ ജാസിനെ പറഞ്ഞു വിട്ടാ ഈ വീട്ടിലെ പണിയൊക്കെ ആരെടുക്കും? അപ്പം നിങ്ങൾ കുടുങ്ങും. അതുകൊണ്ട് അത് വേണ്ട. എത്രയും പെട്ടെന്ന് ഷാഫിക്കാക്കും ഷാനിക്കാക്കും കല്യാണം നോക്കാൻ പറ. അപ്പോൾ പ്രോബ്ലം തീർന്നില്ലേ? ആ പിന്നെ ഷാനിക്കാക്ക് നിങ്ങൾ തന്നെയാ മാച്ച്. നല്ല ജോഡികളാ രണ്ടാളും. ഇനി പറ, എൻ്റെ ഐഡിയ എങ്ങനെയുണ്ട്? ഒരൽപ്പം പരിഹാസത്തോടെ സാബി അത് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം പറഞ്ഞ വാക്കുകൾ പക്വതയുള്ള ഒരാണിൻ്റേതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ആ ഓക്കെ, ഞാൻ ഈ കാര്യം എല്ലാവരോടും ഒന്ന് പറയട്ടെ. ആദ്യം ഷാഹിത്തയോട് പറയാം, എന്നിട്ടാവാം ബാക്കിയുള്ളവരോട്. അതും പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി വന്നവൾ പതിയെ നടന്നുപോയി. നമ്മൾ ഉടനെ തന്നെ സാബി നോക്കിയപ്പോൾ ചെക്കൻ ഷർട്ടിൻ്റെ കോളർ പൊക്കി കാണിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുക എങ്ങനെയുണ്ടെന്ന്. ആ ഇനി പറ ജാസ്, എന്താ അവിടെ നടന്ന്? ഷാനിക്ക് ശരിക്കും നിങ്ങൾക്ക് ഉമ്മ തന്നോ? കുഞ്ഞിച്ചക്കൻ്റെ ചോദ്യം കേട്ട് നമ്മളൊന്ന് രൂക്ഷമായി നോക്കി. എൻ്റെ സാബി, അനക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ആ സാഹസത്തിന് നിന്ന് കൊടുക്കുന്നു? ഞമ്മക്ക് ഉമ്മ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഇവിടെ ഒരാളുണ്ടാകുമ്പോൾ നമ്മൾ ആ ചീപ്പ് പരിപാടിക്ക് പോകുമോ? ഇജ്ജല്ലേ നമ്മളെ മുത്ത്. നമ്മളതും പറഞ്ഞ് അവൻ്റെ കവിളിൽ ഓരോ മുത്ത് നൽകി. ആ ഇനി ആരോടെങ്കിലും അത് വാങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളും അടങ്ങിയിരിക്കൂല കേട്ടോ. അതൊക്കെ പോട്ടെ, ശരിക്കും ഷാനിക്കാക്ക് നിങ്ങൾ ഇഷ്ടമാണോ? ആ ചോദ്യം അവൻ എന്നോട് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ സ്വയം ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കൊരു ശരിയായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏയ്, ഷാനിക്ക് വെറൊരു സർവൻ്റായി എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും സഫയ്ക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് മിക്കവാറും ഈ കല്യാണം തന്നെ നടക്കും. അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാനിക്കയുടെ ഉമ്മ വന്നത്. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ദഹിപ്പിക്കുന്നൊരു നോട്ടം നോക്കി. അത് കണ്ടതും സാബി വേഗം അവിടുന്ന് സ്കൂട്ടായി. നിന്റെ പണിയൊന്നും ഇതുവരെ തീർന്നില്ലേ? പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് കുളിക്കാൻ ചൂടുവെള്ളം വെക്കണം. അത് ചൂടായാലേ ബാത്റൂം വരെ ഒന്ന് കൊണ്ടുവച്ചേക്ക്. ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ കാട്ടുമാക്കാന് ഉമ്മാൻ്റെ സ്വഭാവമാണെന്ന്. ആ ചെപ്പു എന്തു പാവാന്നറിയോ? ഈ വിറ്റകളെന്താ ഇങ്ങനെ? ഓർഡർ ഇട്ട ശേഷം അവർ കിച്ചണിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ജാസ്മിൻ, നിനക്ക് റാഷിക്കയുടെ വക ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് ഷാഹിത്ത എൻ്റെ നേർക്ക് നടന്നെടുത്തു. നമ്മളെന്താണെന്ന ഭാവത്തിൽ ഷാഹിത്തയെ ഒന്ന് നോക്കി. കയ്യിലേക്കൊരു മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ഇത്ത എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ എന്തിനാ ഷാഹിത്ത എനിക്ക്? ഈ റാഷിക്ക് എന്നെ സ്നേഹിച്ച് കൊല്ലുമല്ലോ. ഞാനതൊരു ചിരിയോടെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഷാഹിത്തയുടെ മുഖഭാവം മാറി മറിയുന്നത് ഞാൻ കണ്ടു. ജാസ്മിൻ, പലരും നിന്നെ ഇവിടെ സ്നേഹിച്ച് കൊല്ലാതെ കൊല്ലുന്ന ഞാൻ അറിഞ്ഞുട്ടോ. നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ ഷാഫിക്ക് നിന്നെ ഉപദ്രവിച്ചപ്പോൾ? സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഇന്നലെ ഷാനിക്ക കാര്യം എന്നോട് സൂചിപ്പിച്ചപ്പോൾ പോലും ഞാൻ ഷാഫിക്കയുടെ സ്വഭാവ വൈകല്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ സഫ വന്ന് പറഞ്ഞപ്പോഴാ
കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം തനിക്കൊന്നും പറ്റില്ല. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ റാഷിക്ക് എന്നെ വെച്ചേക്കില്ല കേട്ടോ. പിന്നെ ഈ ഫോൺ എന്തിനാണെന്ന് വെച്ചാൽ റാഷിക്കാക്ക് പെങ്ങളോട് സംസാരിക്കാൻ തോന്നുമ്പോഴൊക്കെ വിളിക്കാനാണ്. പിന്നെ ഞാനിവിടുന്ന് പോയാലും നമ്മൾ തമ്മിൽ മിണ്ടിയും പറഞ്ഞിരിക്കണ്ടേ, അതിനും കൂടിയാണ്. ഷാഹിദ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ മനസ്സിനും വല്ലാത്തൊരു സന്തോഷം തോന്നി. ഷാഹിദ, എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനെ കൂടെ ഒന്ന് വിളിക്കോ കല്യാണത്തിന്. എനിക്കവരെ കാണാൻ പൂതിയായതുകൊണ്ടാ. പ്ലീസ്. അതിനെന്താ, വിളിക്കാലോ. നീ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. ആ പിന്നെ നാളെ ഉണ്ടോ ഇവിടുന്ന് എല്ലാവരും കല്യാണത്തിന് വേണ്ട ഷോപ്പിങ്ങിന് പോവുക. അപ്പം താൻ കൂടെ പോന്നോളൂ, ഇല്ലെങ്കിൽ വല്ല അപായത്തിനും ചെന്ന് ചാടേണ്ട. ഞാനില്ല ഷാഹിദ, വന്നു കഴിഞ്ഞാൽ 100 കൂട്ടം പണിയുണ്ടാവും എനിക്ക്. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിക്കോളൂ. എനിക്ക് കൂട്ടിന് സാബി നിൽക്കും. നിങ്ങൾ പോകുമ്പോൾ ഷാഫിഖാനെ നിർബന്ധമായും കൂട്ടിയാൽ മതി. പറ്റുമെങ്കിൽ ഷാനിക്കാനെ. നാളെ എല്ലാവരും വരുവടി, ഉമ്മാമടക്കം വരും. നീ നോയിക്കോ. ആ പിന്നെ സാബിറിന് നിന്റെ കൂടെ നിർത്താൻ വല്ല പദ്ധതിയും പ്ലാൻ ചെയ്തോ? ഇല്ലെങ്കിൽ അറിയാലോ, അവനെയും കൂടെ കൂട്ടിയിട്ട് ഓൻ്റെ ഉമ്മ വരൂ. അതൊക്കെ നമ്മളേറ്റു ഷാഹിദ, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഷാഹിദ തന്ന ഫോൺ ഞാൻ ആരും കാണാതെ ഭദ്രമായി എൻ്റെ റൂമിൽ കൊണ്ടുപോയി വെച്ചു. ഇന്ന് വീട്ടിലെത്താൻ ഒരുപാട് വൈകിയിരുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ആരുടെയും ഒച്ചയും ബഹളമൊന്നുമില്ലല്ലോ. ിലേക്ക് നോക്കി ഞാൻ വിളിച്ചു പറഞ്ഞത് വിശപ്പുണ്ടായിരുന്നത് കൊണ്ടൊന്നുമല്ല, മറിച്ച് അവളെ കൺകുളിർക്കെ കാണാനുള്ള ഒരവസരം ഒരുക്കാനാണ്. കഴിക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഷാനിക്ക് പോയി ഫ്രഷ് ആയിട്ട് വാ. ഡൈനിങ് ടേബിളിന് അഭിമുഖമായി ഇരുന്നുകൊണ്ട് ഷാഹി എന്നെ നോക്കി സംസാരിച്ചപ്പോൾ ഞാൻ കുറച്ച് ഗൗരവം നടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ അവൾ കാര്യമറിയാതെ എന്നെ കുറ്റപ്പെടുത്തിയതിൻ്റെ സങ്കടം ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ജാട കാണിച്ചേ മതിയാവും. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. എൻ്റെ തൊട്ടു മുന്നിൽ ഷാഹി ഉണ്ടായിരുന്നിട്ടും ഞാൻ അവളെ മൈൻഡാക്കിയില്ല. ജാസ്മീൻ, എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം. കിച്ചൺ ഭാഗത്തേക്ക് നോക്കി നമ്മളത് വിളിച്ചു പറഞ്ഞപ്പോൾ ഷാഹി എന്നെ വിളിച്ചു. ഷാനിക്ക, നിങ്ങൾ എന്തിനാ എന്നോട് മിണ്ടാണ്ടിരിക്കുന്നത്? ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ തെറ്റ് തന്നെയാ. സോറി, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എനിക്കറിയാം ഷാനിക്കാനെ. നിങ്ങളൊന്ന് ചിരിക്ക്, എന്നോട് പിണക്കല്ലെന്ന് പറയൂ പ്ലീസ്. സംസാരിച്ച് അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഉടനെ
അതിൻ്റെ പരിഭവം പറച്ചിലൊക്കെയായി. അങ്ങനെ കുറേ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഡോറിൽ ആരോ മുട്ടുന്ന കേട്ടത്. ഉടനെ ഞാൻ റാഷിക്കയോട് എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. പടച്ചോനെ, ഈ അസമയത്ത് ഇത് ആരാണാവോ? ഷാഫിക്ക് എങ്ങാനും ആണെങ്കിൽ കഴിഞ്ഞു ഇന്നത്തോടെ എല്ലാം. പേടിച്ചു വിറച്ചുകൊണ്ട് ഞാനൊന്നും മിണ്ടാതെ ചുരുണ്ടുകൂടി കിടന്നു. വീണ്ടും മുട്ടുന്ന കേട്ടപ്പോൾ എൻ്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. ഡി ജാസ്മിൻ, വാതിൽ തുറക്കടി. ഷാനിക്കാൻ്റെ ശബ്ദം കേട്ടപ്പോൾ നമുക്ക് കുറച്ച് ധൈര്യം വന്നു. എങ്കിലും ഉള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ ഡോറ് തുറന്നു. തുറക്കേണ്ട താമസം ഷാനിക്ക റൂമിനകത്തേക്ക് കയറി ഡോറടച്ച് ലോക്കിട്ടു. അത് കണ്ടതും എൻ്റെ പേടി വീണ്ടും കൂടി. ഷാനിക്ക എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്ന കണ്ടപ്പോൾ ഞാൻ താഴേക്ക് നോക്കി നിന്നു. പക്ഷെ അങ്ങനെ നിന്നുകൊണ്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഷാനിക്കയെ പറഞ്ഞു വിടണം. നിങ്ങൾ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്? ദേഷ്യത്തോടെ ഞാനത് ഷാനിക്കയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. എൻ്റെ മുല്ലയെ കാണാൻ. തന്നെ ഒന്ന് ശരിക്ക് കാണാതെ എനിക്ക് ഉറക്കം വരില്ല. അതാ വന്ന്. കുറച്ച് സമയം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം. എൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ വല്ലായ്മ തോന്നി. പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ മുറിയിൽ ഈ ആ സമയത്ത് വന്നിട്ടാണോ നോക്കേണ്ടത്? നിങ്ങളിപ്പോൾ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ അത്രയും എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇല്ലെങ്കിൽ നീ എന്താ ചെയ്യുക? പറ, അതും കൂടി പറയടി. അതും ചോദിച്ചുകൊണ്ട് ഷാനിക്ക എനിക്കരികിലേക്ക് നടന്നടുക്കും തോറും ഞാൻ ഭീതിയോടെ പിറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഭിത്തിയിൽ തട്ടി ഞാൻ അവിടെ നിന്നതും തൊട്ടുമുന്നിൽ ഷാനിക്ക എത്തിയതും എൻ്റെ പേടി ഒന്നുകൂടെ വർദ്ധിച്ചു. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ചു പോവും. അതും പറഞ്ഞ് ഞാൻ കിതക്കുകയായിരുന്നു. എൻ്റെ മറുപടി കേട്ടതും ഷാനിക്ക പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എങ്കിലേ മോളൊന്ന് കൂവിയേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഷാനിക്കയുടെ 2 കരങ്ങളും എൻ്റെ ഇരുവശങ്ങളിലുമായി ഭിത്തിയോട് ചേർത്ത് വെച്ചു. എന്താ, വിളിച്ചു പോകുന്നില്ലേ? പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഉറക്കെ കൂവാൻ വേണ്ടി ഒരുങ്ങിയതും ഷാനിക്ക എൻ്റെ വായ പൊത്തിപ്പിടിച്ചു. ശ്വാസം കിട്ടാതെ ഞാൻ പിടയുമ്പോഴാണ് വീണ്ടും വാതിലാരുടെയും മുട്ടുകേട്ടത്. അത് കേൾക്കേണ്ട താമസം ഷാനിക്ക കൈവിട്ടു. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിരിക്കുകയാണ്. ഷാനിക്ക എന്തോ പറയാൻ വേണ്ടി വായ തുറന്നപ്പോൾ ഞാൻ വേഗം ഷാനിക്കയുടെ വായ പൊത്തിപ്പിടിച്ചു. മിണ്ടല്ലേ, എനിക്ക് പേടിയാവുന്നുണ്ട്. എൻ്റെ കൈ അപ്പോഴും ഷാനിക്കയുടെ അതരങ്ങളോട് ചേർത്ത് വെച്ചിട്ടാണുള്ളതെന്ന് ഞാൻ ഓർത്തില്ല. അതുകൊണ്ടാവണം അതുവരെ പേടിച്ചരണ്ട ഷാനിക്ക പിന്നെ അനുരാഗത്തിൻ്റെ നോട്ടം കൊണ്ട് എന്നെ വരവേറ്റത്. വാതിലിൽ തുരുതുരയുള്ള മുട്ട് കേട്ടപ്പോൾ ഞാൻ ആകെ തകർന്നു. രണ്ടും കൽപ്പിച്ച് ഞാൻ ഡോർ തുറന്നു. മുന്നിലുണ്ടായ ആൾരൂപം കണ്ട് എൻ്റെ പാതി ജീവന് നിശ്ചലമായിരുന്നു. ഷാനിക്കയുടെ ഉമ്മ, തൊട്ടുപിറകിൽ ഷാഫിക്കയും. പേടിയുണ്ടാവണം എൻ്റെ തല താണുപോയത്. വിറക്കുന്ന കരങ്ങളെ ഒതുക്കി നിർത്താൻ ഞാൻ നന്നേ പാടുവിട്ടു. എൻ്റെ 2 കൈകളും ഞാനിട്ട വസ്ത്രത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ധൈര്യം സംഭരിക്കാൻ ശ്രമിച്ചെങ്കിലും ഷാനിക്കയുടെ ഉമ്മയുടെ ചോദ്യം കാതിൽ പതിഞ്ഞപ്പോൾ എല്ലാം തകർന്ന് തരിപ്പണമായി. എന്താടി നിനക്ക് ഡോർ തുറക്കാൻ ഇത്ര താമസം? ഷാനി എവിടെ? ദേഷ്യത്തോടെ 2 ചോദ്യമേ ഷാനിക്കാൻ്റെ ഉമ്മേനോട് ചോദിച്ചുള്ളൂ. എന്തുത്തരം ഞാൻ നൽകുമെന്ന് ആലോചിച്ച് മെല്ലെ തലയുയർത്തി നോക്കുമ്പോഴാണ് ഷാഫിക്കയുടെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി കണ്ടത്. അപ്പോൾ ഇതെന്നെ മനഃപൂർവ്വം കൊടുക്കാനുള്ള കെണിയായിരിക്കണം. എല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ചിന്തിച്ചെങ്കിലും അത് എന്നിൽ ചെറിയൊരു ഭീതി ഉളവാക്കി. കാരണം ഷാനിക്ക എൻ്റെ മുറിയിൽ നിന്ന് പിടിക്കപ്പെട്ടാൽ 100% ഞാൻ തന്നെയായിരിക്കും കുറ്റക്കാരി. ഞാനാണല്ലോ വാതിൽ തുറന്നു കൊടുത്ത്. പോരാത്തതിന് ഞാനിവിടുത്തെ വെറുമൊരു സെർവൻറ്റും. ഇനിയൊരു പക്ഷേ സത്യം തുറന്നു പറഞ്ഞാൽ എൻ്റെ സാബി പോലും എന്നെ തെറ്റായ കണ്ണിലൂടെ വീക്ഷിക്കൂ. അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ ഞാൻ എന്തോ ഒരു മറുപടി കൊടുത്തു. അത് പിന്നെ ഞാൻ നല്ല ഉറക്കിലായിരുന്നു. ഷാനിക്കയെക്കുറിച്ച് എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഞാൻ ഷാനിക്കയെ കണ്ടിട്ടില്ല. പറഞ്ഞു വന്നത് കള്ളമായതുകൊണ്ടാവണം നാവ് പോലും പലപ്പോഴും എന്നെ കുരുക്കിൽപ്പെടുത്തിക്കൊണ്ടിരുന്നു. കള്ളം പറയുന്നോടി അസത്തെ. അവൻ നിന്റെ മുറി ലക്ഷ്യമാക്കി വന്നു ഇവൻ പറഞ്ഞല്ലോ. വിളിക്കടി അവനെ, കാണട്ടെ ഞാൻ. എൻ്റെ പൊന്നാര മോനെ, വീട്ടിലുള്ള ആണുങ്ങളെ മയക്കിയെടുക്കാൻ നീ എന്ത് കൂടോത്താടി ചെയ്തു കൂട്ടിയത്? വാക്കുകൾ അസ്ത്രങ്ങളായി നെഞ്ചിലേക്ക് തറച്ചു കയറും മുന്നേ ഷാനിക്കയുടെ ഉമ്മയുടെ കരം എൻ്റെ കവിളിനെ തലോടിയിരുന്നു. ആ കൈക്കരുത്തിൻ്റെ ആഴം മനസ്സിലായത് എൻ്റെ ശരീരമാകെ വല്ലാതെ നോവുകൊണ്ടെന്നെ അഭിമുഖീകരിച്ചപ്പോഴാണ്. ഒരുപക്ഷെ അന്ന് ഷാനിക്ക തല്ലിയതിനേക്കാൾ നോവുണ്ട് ഇന്ന് ഞാൻ കൊണ്ടടിക്കും. ആ നാവിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾക്കും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഷാനിക്കയുടെ ഒരു ചെറു ചലനം പോലും എനിക്കോ അവർക്കോ കേൾക്കാൻ പറ്റിയിട്ടില്ല. നിന്ന് ചോദ്യം ചെയ്യാതെ കയറി നോക്കുങ്ങള്, അപ്പോൾ കാണാമല്ലോ രണ്ടാളുടെയും ഡിങ്കോൾഫി. ഷാഫിക്കയുടെ വാക്കുകൾ ഷാനിക്കയുടെ ഉമ്മാക്ക് നേർക്കുയർന്നപ്പോൾ അവരൊരു പുച്ഛത്തോടെ എന്നെ നോക്കി. പിന്നെ വെറും ഒരു വേലക്കാരിയുടെ മുറിയിൽ കയറി ഇറങ്ങാൻ മാത്രം അതപ്പതിച്ചിട്ടൊന്നുമില്ല ഞാൻ. തനിക്ക് പറ്റുമെങ്കിൽ താൻ പോയി നോക്കടോ ഷാഫി. എൻ്റെ സന്തതിക്ക് എന്നാണാവോ ഇങ്ങനെ ഒരു ബുദ്ധിമോശം സംഭവിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്.
അവർ പറഞ്ഞതനുസരിച്ച് ഷാഫിക്ക് എൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു വന്നു. ഡോറിന് തടസ്സമായി നിൽക്കുന്ന എന്നെ തള്ളിമാറ്റാൻ ഷാഫിക്കയുടെ കൈ പൊങ്ങുമ്പോഴേക്കും അവിടെ മറ്റൊരാളുടെ ശബ്ദം ഉയർന്നിരുന്നു. തൊട്ടുപോരുത് അവളെ! ആ ശബ്ദത്തിനുടമ ആരാണെന്ന് ജിജ്ഞാസയോടെ ഞാൻ നോക്കുമ്പോഴേക്കും ഷാഫിക്ക് എന്നിൽ നിന്ന് അകന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ഷാഹിത്ത. നാവിൻ തുമ്മിൽ നിന്ന് ആ പേരടന്ന് വീഴും മുന്നേ ഞാൻ ആ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞിരുന്നു. എന്ത് കണ്ടിട്ടാ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളിയത്? ഈ നിൽക്കുന്ന മഹാന്റെ വാക്ക് കേട്ടിട്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഷാനിക്ക് ഒരിക്കലും എൻ്റെ ഷാഫിക്കോളം അതപ്പതിച്ചിട്ടില്ല. പെണ്ണെന്ന് കേട്ടാ കണ്ണ് മഞ്ഞളിക്കുന്നവനല്ല ഷാനിബലി എന്ന് മറ്റാരെക്കാൾ അറിയുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ? ആ നിങ്ങളാണോ ഒരു ആഭാസന്റെ വാക്ക് കേട്ട് ഇവളെ ശിക്ഷിക്കാൻ ഇറങ്ങിയത്? എല്ലാം പോട്ടെ, നിങ്ങൾ ഉന്നയിച്ച സംശയത്തിന് വല്ല തെളിവും കിട്ടി അവിടുന്ന്? ഇല്ലല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവളാണ് ജാസ്മിൻ എന്ന് കരുതി അവളുടെ മേൽ കുതിരയേറാൻ വന്നാലുണ്ടല്ലോ. എൻ്റെ പ്രായത്തിന് മൂത്താണ് നിങ്ങളെന്നൊന്നും ഞാൻ നോക്കില്ല. ഷാനിക്കയുടെ ഉമ്മാന്റെ നേർക്ക് എൻ്റെ ഷാഹിത്ത് ഓരോ വാക്കും തൊടുത്തു വിടുമ്പോഴും ഷാഫിക്ക ദേഷ്യം കൊണ്ട് പല്ല് കടിക്കുകയായിരുന്നു. അത് ഷാനി സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ടെന്ന് ഇവൻ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് തെളിയിക്കാൻ വേണ്ടി കൂടെ പോന്നാ. പിന്നെ ഇവൾക്ക് ഡോർ തുറക്കാനൊരു മടി. അപ്പം ഞാൻ കരുതി അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അതാ മറുത്തൊന്നും ആലോചിക്കാതെ അവൾക്ക് ഇട്ടൊന്ന് പൊട്ടിച്ച്. ഷാഹി, നീ എന്നോട് പറഞ്ഞ ഇത്തിരി കൂടിപ്പോയി. എങ്കിലും ഞാൻ ക്ഷമിക്കണു. കാരണം എൻ്റെ മോൻ തെറ്റുകാരനല്ലെന്ന് നീ അടിയുറച്ച് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം. അതും പറഞ്ഞുകൊണ്ട് ഷാനിക്കയുടെ ഉമ്മ അവിടെ വിട്ടു പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഷാഫിക്ക ഷാഹിയുടെ നേർക്ക് പാഞ്ഞെടുത്തത്. ഡി നിന്നെ ഞാൻ... അതും പറഞ്ഞുകൊണ്ട് ഷാഫിക്കയുടെ കരം ഷാഹിത്തയുടെ നേർക്ക് ആഞ്ഞു വീശിയപ്പോൾ ഷാഹിത്ത എന്നെ മാറ്റി നിർത്തി അത് തടുത്തു. തൊട്ടുപോരു തന്നെ. സ്വന്തം കൂടെപ്പിറപ്പിനെ പോലും മറ്റേ കണ്ണുകൊണ്ട് കാണുന്ന നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. എന്നെ ദ്രോഹിക്കാനാണെങ്കിൽ കൂടി നിങ്ങൾ എൻ്റെ ദേഹത്ത് കൈവെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് നീചനാണ് നിങ്ങൾ. ഉറക്കൊഴിച്ച് നിങ്ങളിന്ന് ഇവിടെ വരെ വന്ന് അവളെ വശീകരിക്കാനാവുന്ന എനിക്കറിയാം. അത് പിടിക്കപ്പെടുന്നതായപ്പോൾ കുറ്റം ഷാനിക്കയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നോ? നിങ്ങൾ ആള് ബഹു കേമനാണല്ലോ. ഷാഹി നിർത്ത്. ഇനി ആരും ഇവിടെ നിന്ന് ശബ്ദിക്കണ്ട. ഷാഫിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമാക്കാൻ ഞാൻ എല്ലാവരോടും സംസാരിച്ചോളാം. ഇപ്പൊ താൻ ചെല്ല്. ഷാഫി നീയും പോ. ഷാനിക്കയുടെ ഉമ്മാന്റെ സ്വരം ഒരാജ്ഞ പോലെ എല്ലാവരും അനുസരിച്ചുകൊണ്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ പതിയെ എൻ്റെ കാലുകളും മുറി ലക്ഷ്യമാക്കി നടന്നു കഴിഞ്ഞിരുന്നു. മുറിക്കകത്ത് കയറി വാതിലടച്ച് ഞാൻ കുറേ നേരം കണ്ണുമടച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. പെട്ടെന്നാണ് ഷാനിക്കയെക്കുറിച്ച് ഓർമ്മ വന്നത്. അനക്കമൊന്നും കാണാതായപ്പോൾ ഞാൻ മുറിയാകെ തിരഞ്ഞു. ഇല്ല, ഷാനിക്ക എവിടെയുമില്ല. ഇനി ചിലപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാവോ? ഷാനിക്ക റൂമിൽ വന്നവും എൻ്റെ വായ പൊത്തി പിടിച്ചൊക്കെ എല്ലാം സ്വപ്നമായിരുന്നോ? അല്ല, ഞാൻ കണ്ടതാണ്. എൻ്റെ മുന്നിൽ വന്ന് എന്നോട് സംസാരിച്ചതാണ്. എന്തോ പെട്ടെന്ന് ഷാനിക്കയെ കാണാതായപ്പോൾ ഉള്ളിലൊരു മിന്നൽ പിണർ പാഞ്ഞ പോലെ തോന്നി. ആ അടികൊണ്ടതേ ഈ ഹൃദയത്തിലാണ് പെണ്ണെ. അടികൊണ്ട് ചുവന്ന കവിൾ തടത്തെ ആരോ തലോടിക്കൊണ്ട് അങ്ങനെയൊരു വാക്ക് ഉരുവിടുമ്പോൾ ഞാൻ വീണ്ടും എല്ലായിടത്തും തിരഞ്ഞു ഷാനിക്കയെ. പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഒരടി മാത്രമേ എനിക്ക് കൊണ്ടുള്ളൂ. പക്ഷേ ശരീരമാകെ വേദനിക്കുന്ന പോലെ, കണ്ണിൽ ഇരുട്ട് പടരുന്ന പോലെ, കാലുകൾക്ക് ബലം നഷ്ടപ്പെടുന്നു. ഒരപ്പൂപ്പൻ താടിയോളം ഭാരമില്ലാത്തൊരു വസ്തുവായി ഞാൻ നിലം പതിക്കാൻ ഒരുങ്ങും മുന്നേ ആരുടെയോ കരങ്ങൾ എനിക്ക് സംരക്ഷണ വലയം തീർത്തിരുന്നു. ജാസ്മിൻ, കണ്ണൂർക്ക് ദേ നോക്ക് പെണ്ണെ. ബോധമില്ലാതെ അവൾ എൻ്റെ കയ്യിലേക്ക് വീണപ്പോൾ എന്താ ചെയ്യേണ്ടെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്നു ഞാൻ. ഒരൽപ്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അവളുടെ മുഖത്തേക്ക് തെളിക്കാമായിരുന്നു. പടച്ചോനെ, എന്താ ഇപ്പം ഞാൻ ചെയ്യുക? പലവട്ടം അവൻ കുലുക്കി വിളിച്ചിട്ടും യാതൊരു അനക്കവുമില്ല. എൻ്റെ ജാസ്മിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, അവൾക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ എന്നെ നേർവഴിക്ക് നടത്താൻ ആരാ ഉള്ളത്? സ്വയം മനസാക്ഷി എന്നോടത് ചോദിക്കുമ്പോഴും അവളുടെ കവിളിൽ അടികൊണ്ട പാടിൽ എൻ്റെ അധരങ്ങൾ ചേർന്ന് കഴിഞ്ഞിരുന്നു. എൻ്റെ മിഴിനീർ കണങ്ങൾ അവളുടെ അടഞ്ഞു കിടക്കുന്ന വെള്ളാരം കണ്ണുകളിലേക്ക് ഒരു പേമാരി പോൽ പെയ്തൊഴിഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവ ചലിപ്പിച്ചു തുടങ്ങുമ്പോഴേക്കും ഞാൻ എൻ്റെ അധരങ്ങളെ അവളുടെ കവിളിൽ നിന്നും പിൻവലിച്ചിരുന്നു. ഷാനിക്ക, എനിക്ക് കുറച്ച് വെള്ളം. കുഴഞ്ഞു പോകുന്ന ശബ്ദത്തിൽ അവളെന്നെ വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവളെ അവിടെ കിടത്തി ഞാൻ കിച്ചൺ ലക്ഷ്യമാക്കി ഓടി. ഒരു ഗ്ലാസ് വെള്ളം എങ്ങനെയോ തപ്പിത്തറഞ്ഞുകൊണ്ടെടുത്ത് അവൾക്കരികിലേക്ക് ഓടിയെടുത്തു. അവളുടെ തല ഉയർത്തിപ്പിടിച്ച് ആ കുഞ്ഞു അധരങ്ങളിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ അറിയാതെ എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഞാൻ കാരണമാണല്ലോ പടച്ചോനെ ഇന്ന് അവൾക്ക് ഈ ഗതി വന്നത്. ഇവിടേക്ക് വരാൻ തോന്നിയ ആ സമയത്തെ മനസ്സിൽ ശപിച്ചുകൊണ്ട് ഞാൻ അവളെ വീണ്ടും കിടത്തി. ജാസ്മിൻ, അറിയോ ഓക്കെ? എൻ്റെ ചോദ്യം അവൾ കേട്ടിരുന്നുവെങ്കിലും ഉത്തരം ഒരു മൂളലിൽ മാത്രം ഒതുക്കി അവൾ ആ വെള്ളാരം കണ്ണുകൾ ഇറുക്കി അടച്ചു. അതൊരു പക്ഷേ എന്നെ കാണാതിരിക്കാനുള്ള ശ്രമമാവും. ജാസ്മിൻ, ഇനിയൊരു തുള്ളി പോലും ഈ കണ്ണിൽ നിന്ന് നടന്നു വീഴരുത്. അതെൻ്റെ ഉമ്മയുടെ നേർക്ക് ഒരു ശാപമായി വർഷിച്ചേക്കാം. എൻ്റെ ഉമ്മയുടെ വാക്കിനും പ്രവർത്തിക്കും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം നിനക്ക് നേരിടേണ്ടി വന്ന ഈ അവസ്ഥയ്ക്ക് പ്രത്യുപകാരമായി നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഒരിക്കൽ പോലും നീ എൻ്റെ ഉമ്മയെ വെറുക്കല്ലേ, ശപിക്കല്ലേ, പ്ലീസ്. ഇതെൻ്റെ ഒരു അപേക്ഷയാണോ? അതും പറഞ്ഞ് ഞാൻ അവിടെ കാൽക്കൽ വീണു മാപ്പപേക്ഷിച്ചു. ആർക്കു മുന്നിലും തലകുനിക്കാത്ത ഷാനിബ്
ഇന്നിവളുടെ കാൽക്കൽ വീണത് എന്തുകൊണ്ടാണെന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കൽ അവൾ എന്നോട് നടത്തിയ വെല്ലുവിളിക്കൊടുവിൽ പറഞ്ഞ വാക്ക് അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അവളുടെ കാൽക്കൽ വീണ് കരയുന്ന നിമിഷം അധികം വിദൂരത്തല്ല എന്ന്. അവളൊരു മാലാഖയാണ്. അവളെ വേദനിപ്പിച്ചാൽ തിരിച്ച് ഞങ്ങൾ വേദനിക്കുന്നത് പടച്ചോനെ നേരിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെയാണെന്ന് മാത്രം. അതുപോലൊരു പരീക്ഷണം എൻ്റെ ഉമ്മാക്ക് നേരെ വന്നെടുക്കേണ്ടെന്ന് കരുതിയാണ് ഞാനിന്ന് ഈ കാൽക്കൽ വീണ് കരഞ്ഞ് അപേക്ഷിച്ചത്. അവളെ അങ്ങനെ കിടത്തിയിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. ക്ഷീണം കൊണ്ടാണെന്നറിയില്ല, അവൾ ഉറങ്ങിയതുപോലെ തോന്നി എനിക്ക്. കുറച്ചുനേരം കൂടി അവൾ കരികിലിരുന്നു. ഒന്നും അറിയാതെ അഗാധമായ ഉറക്കത്തിലേക്ക് അവൾ വഴുതി വീണിരുന്നു. എല്ലാവരും ഷോപ്പിങ്ങിന് പോകുന്നതിനാൽ ഭക്ഷണമൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. ശരീരത്തിന് ഇപ്പോഴും വേദന മാറിയിട്ടില്ല. എന്തോ മുഖമാണെങ്കിൽ വല്ലാത്ത നീറ്റലും. ഇനിയിപ്പോൾ മുഖത്തെപ്പാട് കണ്ട് സാബി വന്ന് ചോദിക്കും. എന്താ ഞാൻ അവനോട് പറയാ? എന്താ ജാസ്മിൻ ഒരാലോചന? നീയും കൂടി പോര് ഞങ്ങളോടൊപ്പം. വെറുതെ എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഷാഹിദയുടെ സ്നേഹവാക്കുകൾ ഞാൻ നിരസിച്ചു. നാസ്ത എല്ലാവർക്കും ടേബിളിൽ കൊണ്ട് വെച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഷാനിക്കയുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല, എന്നെ നോക്കുന്നില്ല. ഒരുപക്ഷെ ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ കുറ്റബോധമായിരിക്കാം. ഏതായാലും അത് നന്നായി. എല്ലാവരും നാസ്ത കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്, എൻ്റെ സാബി അടക്കം. ഇനി എനിക്ക് അവിടെ റോളില്ലെന്ന് മനസ്സിലാക്കി ഞാൻ പതിയെ തിരിഞ്ഞ് നടക്കാനൊരുങ്ങുമ്പോഴാണ് ഉമ്മാമ്മയുടെ ചോദ്യം എൻ്റെ നേർക്ക് വന്ന് പതിച്ചത്. എന്താ ജാസ്മിയെ, എൻ്റെ മുഖത്തൊരു പാട്? ആരെങ്കിലും എന്നെ തല്ലിയോ? ചോദ്യം കേൾക്കേണ്ട താമസം ഷാനിക്കയുടെ നോട്ടം എൻ്റെ നേർക്കായി. ഷാനിക്കയുടെ ഉമ്മ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഫുഡ് കഴിക്കുകയാണ്. ഷാഫിക്ക ദഹിപ്പിക്കുന്ന ഒരു നോട്ടം കൊണ്ട് എന്നെ വരവേറ്റു. പടച്ചോനെ, ഇവർക്ക് മുന്നിൽ ഞാൻ എന്തുത്തരം നൽകും? അതൊന്നും പറയേണ്ട എൻ്റെ ഉമ്മാമ. ഇവിടെ അർദ്ധരാത്രി ഒരു കള്ളം കയറിയതാ. ആ സമയത്ത് അവളൊന്ന് ഒച്ച വെച്ചപ്പോൾ അയാൾ കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചിട്ട് ഓടി. പക്ഷെ നമ്മുടെ ഭാഗത്തിന് കള്ളനെ ഷാഫിക്ക തിരിച്ചറിഞ്ഞു. അവനിട്ട് നല്ലോണം പെരുമാറുകയും ചെയ്തു. ഇതൊന്നും ഇവിടെ പലരും അറിഞ്ഞിട്ടില്ല. ഷാഹിദ് എവിടെയും തൊടാത്തൊരു മറുപടി കൊടുത്തപ്പോൾ എല്ലാവരുടെയും നോട്ടം ഷാഫിക്കയിലേക്കായി. പക്ഷേ ഷാനിക്ക മാത്രം ആരും കാണാതെ ഒരു ദയനീയതയുടെ നോട്ടം എനിക്ക് സമ്മാനിച്ചു. പിന്നെ അധിക നേരം ഞാൻ അവിടെ നിന്നില്ല. എല്ലാവരും ഷോപ്പിങ്ങിന് പോയപ്പോഴാണ് എനിക്കൊന്ന് മനസ്സമാധാനം കിട്ടിയത്. ഇപ്പോൾ ഞാനും സാബിയും മാത്രമാണ് വീട്ടിലുള്ളത്. അവൻ്റെ മുറി ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അവൻ അവിടെ ടാബും കുത്തിക്കൊണ്ട് കിടക്കുകയാണ്. ഞാൻ വന്നിട്ടും അവന് യാതൊരു ഭാവമാറ്റവും ഇല്ല. ഡാ സാബി, ഈയൻ തന്നെ കണ്ടിട്ട് കാണാത്ത പോലെ അഭിനയിക്കുന്നത്. പറയടാ, അനക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾക്കല്ല പറ്റിയത്. എന്നിട്ട് എന്നോട് വല്ലതും പറയാൻ തോന്നി നിങ്ങൾക്ക്? അവൻ്റെ പരിഭവം നിറഞ്ഞ വാക്കുകൾക്ക് മറുപടിയായി എല്ലാം പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷേ എന്തോ മനസ്സ് അനുവദിക്കുന്നില്ല. ഇന്നലെ രാത്രി ഷാനിക്കങ്ങളുടെ റൂമിലുണ്ടായിരുന്നോ? അപ്രതീക്ഷിതമായ അവൻ്റെ ചോദ്യം കേട്ട് ഞാനൊന്ന് ഞെട്ടി. കാരണം എനിക്കും ഷാനിക്കാക്കും മാത്രം അറിയാവുന്ന രഹസ്യം ഇവനെങ്ങനെ അറിഞ്ഞു? എന്തുത്തരമാണ് ഞാൻ എൻ്റെ സാബിയോട് പറയേണ്ടത്? നിന്നോട് ആരെ ഇതൊക്കെ പറഞ്ഞേ? മറു ചോദ്യം കൊണ്ട് അവനെ ഞാൻ നേരിട്ടപ്പോൾ അവൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ജാസ്, നിങ്ങൾ ആദ്യം ഒരു ഉത്തരം എന്താ, അത് കഴിഞ്ഞിട്ടാവും നിങ്ങളെ ചോദ്യം. ഇല്ല, ഉണ്ടായിരുന്നില്ല. നാവിൽ നിന്ന് ഉതിർന്നു വീണതൊരു പച്ചക്കള്ളമായിരുന്നിട്ട് കൂടി ഒരല്പം പോലും കുറ്റബോധം എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്കും എനിക്കിടയിൽ എന്തെങ്കിലും മറിഞ്ഞെടുക്കുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ വീട്ടിൽ വെറൊരു സെർവൻറ്റ് മാത്രമാണോ? അതോ? ഈ ചോദ്യം അവനെന്നോട് പലവട്ടം ചോദിച്ചതാണ്. പക്ഷേ ഇന്നത്തെ ചോദ്യത്തിനൊരല്പം ഗൗരവം നിറഞ്ഞ പോലെ തോന്നി എനിക്ക്. എൻ്റെ സാബി, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള മറുപടി? പിന്നെയും പിന്നെയും നീ എന്തിനാ ഇതെന്നെ ചോദിക്കുന്നത്? ഓക്കെ, ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല. എനിക്കൊന്നും അറിയാനുമില്ല. ജാസി ഇപ്പോൾ പൊയ്ക്കോളൂ, എനിക്ക് കുറച്ച് കിടക്കണം. വല്ലാത്തൊരു നീരസത്തോടെ അവനത് പറഞ്ഞു തീർന്നതും കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം ഞങ്ങൾ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് കാതിൽ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ഈ കഥയുടെ ബാക്കി നാളെ ഇതേ സമയം പോസ്റ്റ് ചെയ്യുന്നതാണ്.